വെൽക്കം ടു റേസ് ഏഗൺ. എൻ്റെ എല്ലാ മക്കൾക്കും റേസ് ഏഗണിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പൊ മക്കളെ, നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു. 24-ാം തീയതിയാണ്. നമുക്ക് ഒരു ദിവസം 2 എക്സാം വരെ വരുന്ന ദിവസങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും എന്താണ് പഠിക്കുകയായിരിക്കും, നല്ല രീതിക്ക് പഠിക്കുക. അതിനു മുന്നേ നിങ്ങൾ എക്സാമിൽ പലർക്കും നമ്മുടെ മുൻവർഷങ്ങളിലെ കുട്ടികൾക്കാണെങ്കിൽ പോലും എന്താണ് A+ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ മാർക്ക് കുറയാൻ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചില അശ്രദ്ധകളാണ് ആ A+ നഷ്ടപ്പെടാൻ കാരണം. അത് നിങ്ങൾക്കുണ്ടാവരുത്. അതുകൊണ്ടാണ് മിസ് എന്താണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് അല്ലെ നമ്മൾ എക്സാമിൽ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ 24-ാം തീയതിയാണ്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണ്, കയ്യിൽ പേന കരുതിക്കൊള്ളണം അല്ലെ. ഒരു പേനയല്ല, നമ്മൾ ഒരു പേനയുമായിട്ട് ഒരു കോൺഫിഡൻറ്റിൽ ഇത് മതി എന്ന് വിചാരിച്ച് പോരുത്. എക്സ്ട്രാ ആയിട്ട് എന്താണ് 2 പേന കയ്യിൽ വെക്കുക. സ്കെയില്, ഇറൈസർ, പെൻസില്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാമഗ്രികൾ, അതുപോലെ തന്നെ എന്താണ് ഹോൾ ടിക്കറ്റ്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ളത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കയ്യിൽ കരുതിക്കൊള്ളണം. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്സാം ഹാളിൽ നമുക്ക് എക്സാം എഴുതാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എക്സാം ഹാളിലേക്ക് അല്ലെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ എക്സാം ഹാളിലേക്ക് കയറുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. അതെന്തൊക്കെയാണ് മക്കളെ? ആദ്യം നമുക്ക് എന്താ തരുന്നത്? ചോദ്യപേപ്പറാണ്. ഈ ചോദ്യപേപ്പർ തരുന്നത് മുതൽ നമ്മുടെ കൂൾ ഓഫ് ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് അപ്പുറത്തുള്ളവരോട് ചോദിക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ പങ്കുവെക്കാനോ ഒന്നും നിൽക്കണ്ട അല്ലെ. ആ ചോദ്യങ്ങൾ വായിക്കുക. ഏതൊക്കെ എനിക്കറിയാം, ഏതൊക്കെയാണ് ഞാൻ ആദ്യം എഴുതേണ്ടത്, ഏതൊക്കെ എസ്സേ ആണ് എനിക്ക് നല്ലോണം എഴുതാൻ പറ്റുക, ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കൂൾ ഓഫ് ടൈമിൽ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചിട്ട് എഴുതാൻ പറ്റുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റൗണ്ട് ചെയ്യുക, ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക അല്ലെ. കൃത്യമായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ ഏതൊക്കെയാണ് അറിയുന്നത്, ഇപ്പോൾ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണം എഴുതുക. അതിൽ അറിയുന്നത് എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കൂൾ ഓഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, എഴുതുന്നതിനനുസരിച്ച് ഇങ്ങനെ വരഞ്ഞ് പോവുക. അതുപോലെ തന്നെ 2 മാർക്കിന് ഏതാണ് നന്നായിട്ട് അറിയുന്നത്, 4 മാർക്കിന് ഏതാണ് നന്നായിട്ട് അറിയുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്ത് വെക്കുക. അതിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് എഴുതേണ്ടത് എന്ന് ആലോചിച്ച് വെക്കുക. ഇതാണ് നമ്മൾ കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ആ സമയം നിങ്ങൾ മറ്റുള്ളവരോട് എന്താണ് സംസാരിക്കാൻ പോകരുത്. മറ്റുള്ളവർ എഴുതുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരാൻ കൂടെ എന്താണ് പാടില്ല. പിന്നെ നമ്മൾ ആൻസർ ഷീറ്റ്, അതായത് കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് ഏതൊക്കെ എഴുതും എന്നൊരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടും. 15 മിനിറ്റിന് ശേഷം ആൻസർ ഷീറ്റ് കിട്ടും. ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അറിയുന്നത് ആദ്യം എഴുതുക. ചിലപ്പോൾ എന്താണ്, ചില കുട്ടികൾ പെട്ടെന്ന് എന്ത് ചെയ്യും, പേപ്പർ എഴുതി കഴിഞ്ഞ് വീണ്ടും ടീച്ചർ പേപ്പർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്നത് നിങ്ങൾക്ക് കാണാം. അത് കാണുന്നവർ അയ്യോ ആ കുട്ടി എത്ര പെട്ടെന്ന് എഴുതുന്നത്, അത് നോക്കണ്ട. കാരണം ചിലപ്പോൾ എന്തായിരിക്കും, അവർ 6 മാർക്കിന്റെ ചോദ്യമായിരിക്കും ആദ്യം എഴുതിയത്, അല്ലെങ്കിൽ അവരെന്താണ് കുറച്ച് വലുതാക്കി എഴുതുന്ന ആളുകളായിരിക്കും. നമ്മളെ അതൊന്നും എന്താവരുത്, അതൊന്നും നമ്മളെ അലട്ടാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എഴുതുന്നതിലായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അറിയുന്നത് ഏതൊക്കെയാണോ നന്നായിട്ട് അറിയുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എഴുതി പോകാൻ നോക്കുക അല്ലെ. ഇങ്ങനെ അതുപോലെ തന്നെ ആൻസർ ഷീറ്റിൽ ഇപ്പൊ കുറച്ച് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെയൊക്കെ വെട്ടിടുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കേട്ടല്ലോ. നമുക്ക് അഥവാ തെറ്റിപ്പോയാൽ തന്നെ, എഴുതുന്നത് തെറ്റിപ്പോയാൽ ഒരൊറ്റ വര അത്രയേ പാടുള്ളൂ. തെറ്റിപ്പോകരുത്. അഥവാ തെറ്റിപ്പോയാൽ ഒരു വര ഇങ്ങനെ കുനുകുനാന്നൊക്കെ പറഞ്ഞ് എന്ത് എഴുതരുത്, ഇങ്ങനെയൊന്നും ചെയ്ത് വെക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ചെറുതാക്കി എഴുതുന്നവരുണ്ട് അല്ലെ. ചെറുതാക്കി ആൻസർ ഷീറ്റ് നോക്കുന്ന ആളുകൾക്ക് പോലും ആ കുഞ്ഞ് എന്താണ് എഴുതിയത് എന്ന് മനസ്സിലാവില്ല. അങ്ങനെ എഴുതുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണം. അവർ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എഴുതുന്ന സമയത്ത് കുറച്ചുകൂടെ ഉരുട്ടി വലുതാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ലാംഗ്വേജസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഒക്കെ നിങ്ങൾ വിശദീകരിച്ച് എഴുതുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് പ്രത്യേക സമയം കണ്ടെത്തണ്ട. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കണം. കൂടാതെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യം പറഞ്ഞു അല്ലെ. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം, ചോദ്യം നന്നായിട്ട് വായിക്കണം. അതുപോലെ തന്നെ ആദ്യം എന്താണ്, അറിയുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, എഴുതുന്ന സമയത്ത് വലുതാക്കി നമ്മൾ എഴുതണം എന്നും പോയിന്റ്സിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുന്നതും എന്താണ്, നമുക്ക് ടീച്ചർമാർക്ക് എന്താണ്, നമ്മൾ എഴുതിയ ഉത്തരം വ്യക്തമാകാനും സഹായിക്കുന്നതായിരിക്കും. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട
മറ്റൊരു കാര്യമാണ് എന്ത്, നമ്മൾ ഇപ്പോൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്താണ് വലുതാക്കി എഴുതണം എന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദ്യ നമ്പർ കൃത്യമായിട്ട് എന്താണ് ചോദ്യ നമ്പർ കാണുന്ന വിധം നിങ്ങൾ കെട്ടി നോക്കിയ, ഇപ്പോൾ പേപ്പർ കെട്ടി വെച്ചാലും ചോദ്യ നമ്പർ കാണുന്ന രീതിക്കാണോ ഞാൻ എഴുതിയിട്ടുള്ളത് എന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ചോദ്യ നമ്പർ കൃത്യമായിട്ട് കാണുന്നുണ്ടോ എന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കേട്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ 6 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഒക്കെ എഴുതുന്ന സമയത്ത് സമയം കൂടെ നിങ്ങൾ നോക്കണം. സമയം ക്രമീകരിച്ചായിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടത്. ഓരോന്നിനും എത്ര സമയമാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടാക്കണം. ഇപ്പോൾ ലാംഗ്വേജസിൽ നിങ്ങൾ എങ്ങനെയാണ് സമയം ക്രമീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് മിസ് മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ സമയം നിങ്ങൾ നോക്കണം. വാച്ച് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം. സമയം ക്രമീകരിച്ചുകൊണ്ടായിരിക്കണം എക്സാം എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്താണ് എക്സാമിൽ ശ്രദ്ധിക്കേണ്ടത്. പലർക്കും എന്താണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോകുന്നത്. എങ്ങനെ സമയം ക്രമീകരിക്കണം എന്നറിയില്ല. ചിലപ്പോൾ ചോദ്യ നമ്പർ ഇട്ടിട്ടുണ്ടാവില്ല. ചോദ്യ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ ടീച്ചർമാർ ഒറ്റ വരെയാണ്, അതിന് മാർക്ക് പോലും കൊടുക്കില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് കൃത്യമായിട്ട് എല്ലാത്തിനും ഉത്തരം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എൻ്റെ മക്കൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും എന്താണ് ഈ ഒരു എക്സാമിൽ നല്ല മാർക്ക് കിട്ടും. അതിനായിട്ട് എന്താണ് ഏഗൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയുള്ള ലൈവുകളിൽ കാണാം. അതുവരെ ബൈ ഗായ്സ്.